ഗിത്താറിന്റെ മനോഹരമായ ഈണത്തിൽ ഇഴഞ്ഞു ചേരുന്ന പ്രകൃതി, ആ ഈണത്തിനോട് ചേർന്നൊഴുകുന്ന അരുവിയും, ആ ഈണത്തിനൊത്ത് തഴുകുന്ന കാറ്റും, ആ കാറ്റിന്റെ താളത്താൽ ആടിയുലയുന്ന പുൽമേടുകളും, ആ പുൽമേട്ടിലിരുന്ന് ഒറ്റയ്ക്ക് തന്നെ മറന്ന് ഗിത്താർ വായിക്കുന്ന വരുൺ. അവന്റെ സംഗീതം കേട്ട് അവന് ചുറ്റും ആളുകൾ കൂടിയതും, അവന്റെ വീഡിയോ എടുക്കുന്നതും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ലൈവ് ഇടുന്നതും ഒന്നും അറിയാതെ കണ്ണുകൾ അടച്ച് ഗിത്താർ സ്വയം മറന്നു വായിക്കുകയാണ് വരുൺ. അവന്റെ ചുറ്റും നടക്കുന്നതൊന്നും അവൻ അറിഞ്ഞതേയില്ല. പെട്ടെന്ന് അവൻ ഗിത്താർ വായന നിർത്തി. കണ്ണുകൾ തുറന്ന് പെട്ടെന്ന് അവന് ചുറ്റും കരഘോഷങ്ങൾ മുഴുകി. അവൻ ചുറ്റുമൊന്ന് നോക്കി. ഗിത്താറും കയ്യിൽ പിടിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അവിടെ കൂടി നിന്ന ചിലർ അവനെ പരിചയപ്പെടാനും കൈ കൊടുക്കുവാനുമായി അവന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവരെയെല്ലാം നിരാശരാക്കി ആളുകൾക്കിടയിലൂടെ നിശബ്ദനായി ദൂരേക്ക് നടന്നകന്നു. പക്ഷേ വരുൺ അറിയാതെ തന്നെ അവൻ ഗിത്താർ വായിക്കുന്ന വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ പല സോഷ്യൽ മീഡിയ വഴി വൈറലായി മാറി. അതുമാത്രമല്ല, ആ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമന്റും എല്ലാം കൂടി വന്നു. തമിഴ്നാട്, കർണാടക, മുംബൈ തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും ഫേമസ് ആയി മാറി. ഹൈദരാബാദ് സിറ്റിയിലെ ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ആനന്ദ് ഈ വീഡിയോ കണ്ട് വിശ്വസിക്കാനാവാതെ നിന്നു. പെട്ടെന്ന് അവൻ മറ്റൊരാൾക്ക് ഫോൺ ചെയ്തു. ഈ സമയം കേരളത്തിൽ തന്റെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ ഏറുമാടത്തിൽ ഒരു ചൂട് ചായയും കുടിച്ചിരിക്കുകയാണ് മാത്യു. പെട്ടെന്ന് അവന്റെ ഫോൺ ബെല്ലടിച്ചു. സ്ക്രീനിൽ ആനന്ദ് എന്ന പേര് തെളിഞ്ഞു കണ്ടതും അവൻ സന്തോഷത്തോടെ ആ കോൾ എടുത്തു. ഹലോ മച്ചാനെ, ആനന്ദേ പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മാത്യു, ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കേറി നോക്ക്. അതും പറഞ്ഞ് ഉടൻ ആനന്ദ് ഫോൺ കട്ട് ചെയ്തു. മാത്യു തന്റെ ഫോണിലേക്ക് ആനന്ദ് അയച്ച ലിങ്ക് നോക്കി. അത് വരുണിന്റെ വീഡിയോ ഉള്ള ഇൻസ്റ്റാഗ്രാം ലിങ്ക് ആയിരുന്നു. അവൻ അതിൽ കയറി വരുണിന്റെ വീഡിയോ കണ്ട ശേഷം അവൻ ആശ്ചര്യത്തോടെ ആനന്ദിനെ തിരികെ ഫോൺ ചെയ്തു. ഒന്നാമത്തെ റിങ്ങിൽ തന്നെ ആനന്ദ് മാത്യുവിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തു. എടാ, അത് നമ്മുടെ വരുണല്ലേ? മാത്യു ആശ്ചര്യത്തോടെ പറഞ്ഞു. അതെ, ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു എന്നാണ് അറിയാത്തത്. ഇപ്പോൾ അവൻ എവിടെയാണെന്ന് അറിഞ്ഞല്ലോ, അതുമതി.